Good afternoon. Good afternoon, മാം. അതെ, ഒരു സംശയമുണ്ട്. ഞങ്ങൾക്ക് എക്സാം ശരിക്കും എപ്പോഴാ വരണത്? കറക്റ്റ് സ്റ്റഡി ലീവ് ഒക്കെ തരൂലേ? അത് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ജനുവരി ഒക്കെ ആയിരിക്കാം. അതായിരിക്കാം കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല. നിഷാമിനോട് ചോദിക്കുമ്പോ കേറിക്കോളൂ. കേറുമ്പോ ചോദിച്ചോളൂ എന്താണെന്ന്. കറക്റ്റ് നിഷാമിനെ അറിയാൻ പറ്റുള്ളൂ. മിസ്സിനോട് ചോദിച്ചാൽ മതി. ഓക്കെ. അടുത്തത് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് തേർഡ് പാർട്ടി മെത്തേഡ്? എന്താണ് തേർഡ് പാർട്ടി മെത്തേഡ്? തേർഡ് പാർട്ടി മെത്തേഡ് മീൻസ് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയീസിനെ ഏജൻസീസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസീസ്, അതുപോലെ പ്ലേസ്മെന്റ്, സ്കൂൾ കോളേജ് പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നത്, അതുപോലെ അങ്ങനെയുള്ളതൊക്കെ. റിക്രൂട്ട്മെന്റ് ഫേംസ് അങ്ങനെയുള്ളത്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഇൻക്ലൂഡഡ് ആണ് ഇത്. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ്. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില് ഇന്റേണൽ സോഴ്സ് എന്താണ്? ഇന്റേണൽ സോഴ്സ് അതായത് ഒരു ജോലിയിൽ തന്നെ ഒന്നുകിൽ അപ്ഗ്രേഡ് ആവുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുക, അല്ലെങ്കിൽ പ്രൊമോട്ടഡ് ആവുക, അല്ലെങ്കിൽ ഡിമോട്ടഡ് ആവുക ചെയ്യുമ്പം അവിടെ ഒരു വേക്കൻസി വരും. ആ വേക്കൻസിയിലേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് വരുന്നത്. നമുക്കിനി സെലക്ഷനിലോട്ട് പോവാം. സെലക്ഷൻ. The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is most likely to carry out well in that job. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. While planning a selection policy, due consideration should be given to organizational needs as well as technical and professional extent of selection procedure. എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. അതായത് ഒരു അപേക്ഷകനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നേടിയെടുക്കുന്നതിനെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വിളിക്കുന്നു. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആപ്ലിക്കന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്, അല്ലെ? അതിനെയാണ് എന്ത് പറയാ? സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഒരു ഒരു ആപ്ലിക്കന്റ് ജോലിക്കുള്ള എലിജിബിലിറ്റീസ് എന്താണ് പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിന് വന്ന ആൾക്ക് ആ ജോലി ചെയ്യാനുള്ള യോഗ്യതകൾ ഉണ്ടോ, അതുപോലെ തന്നെ ആ ജോലി നന്നായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാനിപ്പോ 3 പോയിന്റ് പറഞ്ഞു. ഒന്ന്, ജോലിക്ക് വരുന്ന ഒരു ആപ്ലിക്കന്റിന്റെ വിവരങ്ങൾ ഗ്യാദർ ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയാ. രണ്ടാമത്തത്, ആ ജോലി ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ടോ, അദ്ദേഹം ആ ജോലി നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം കണ്ടുപിടിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയണോ? ഒരാളിപ്പോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഗ്യാദർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിനെയാണ് നമ്മള് സെലക്ഷൻ പ്രോസസ് എന്ന് പറയാ. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കന്റ് വന്നു കഴിഞ്ഞാല് അദ്ദേഹം
പിന്നെ ആ ജോലി ചെയ്യാനുള്ള എലിജിബിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ അദ്ദേഹം നന്നായിട്ട് ആ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യമാണ് എന്ത് സെലക്ഷൻ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ആളുകളെ തെരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അല്ലെ, ചില ആളുകളെ റിജക്ട് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണത്? ആവശ്യമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ആവശ്യമില്ലാത്ത ആളുകളെ റിജക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് സെലക്ഷൻ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജോലിക്ക് എന്താ പറയാ ഈ പ്രൊസീജിയറിൽ ശരിക്കും പറഞ്ഞാല് ഓർഗനൈസേഷണൽ നീഡ്സ് ഉണ്ടാകും, ഓർഗനൈസേഷൻ ആവശ്യം ഉണ്ടാകും, ടെക്നിക്കൽ നീഡ്സ് ഉണ്ടാകും, പ്രൊഫഷണൽ നീഡ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകാം. ഓക്കെ, കുറെ അധികം ആവശ്യങ്ങൾ ഉണ്ട് ഈ ഒരു സെലക്ഷൻ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ നീഡ്സ്, ടെക്നിക്കൽ നീഡ്സ്, പ്രൊഫഷണൽ നീഡ്സ്. ഇതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ്. റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. അതായത് ആദ്യം ഒരു ഇന്റർവ്യൂവിന് ഒരാള് ചെല്ലാണ്, അതായത് ഒരു ഇന്റർവ്യൂ സ്ഥാപനം നടത്തുവാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കൻസിനെ പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ക്രീനിങ് നടത്തുക. ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് അതിന് പറയുക. പ്രാരംഭഘട്ടത്തിലുള്ള ഒരു എന്താ പറയാ ഇന്റർവ്യൂ പോലെ നടത്തും. അതായത് ആളുകളെ വിളിച്ചിരുത്തുന്നതാണ് ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്ക്രീനിങ്, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുക എന്നൊക്കെ ഇതിനകത്ത് അർത്ഥമുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നടത്തുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് ആണ്. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. A fact finder which helps one to learn about an applicant's background and life history. All conducted interviews to inspect the facts and get at the attitudes of the applicant and his family to the job. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിൽ നിന്ന്, അതായത് കളക്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസ്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസിനെ കുറിച്ചും എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാദർ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതുപോലെ തന്നെ അനലൈസ് ഫാക്ട്സ് ആൻഡ് ആപ്ലിക്കന്റ് ആറ്റിറ്റ്യൂഡ്സ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ ജോലിയോടുള്ള താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. മൂന്നാമത്തേതാണ് ശാരീരിക ക്ഷമത പരിശോധിക്കുക. ഇപ്പൊ ഏതൊരു നമ്മള് അല്ലാത്ത ഇന്റർവ്യൂ ഉണ്ട്, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ ഇല്ലാത്ത ഇന്റർവ്യൂ ഉണ്ട്, ഉള്ള ഇന്റർവ്യൂസും ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ ആണോ പറയേണ്ടത്? ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാല് ചെക്സ് ഹെൽത്ത് ആൻഡ് സ്റ്റാമിനയാണ്. അദ്ദേഹത്തിന്റെ കായിക ക്ഷമത, ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിനെയാണ് എന്ത് പറയാ? ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയാം. അദ്ദേഹം ആ ജോലിക്ക് ഫിറ്റ് ആണോ, ആ ജോലി ചെയ്യിപ്പോ നല്ല രീതിയിൽ അധ്വാനമുള്ള ജോലികളൊക്കെ ആണെങ്കിൽ എന്താണ്, ആ ആള് പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഹെൽത്ത് ആണോ, ഹെൽത്ത് ഉണ്ടോ, നല്ല രീതിയിൽ ഓക്കെ ആണോ അദ്ദേഹത്തിന്റെ ഹെൽത്ത്, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് ഈ കാര്യങ്ങള് പരിശോധിക്കുന്നത്. അടുത്ത പോയിന്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് ദ സർഫേസ് ഏരിയ ആൻഡ് ഗെറ്റ് ആൻ ഒബ്ജക്റ്റീവ് ലുക്ക് അറ്റ് എ കാൻഡിഡേറ്റ് സ്യൂട്ടബിലിറ്റി ഫോർ എ ജോബ്, കാൻഡിഡേറ്റ്സ് ആപ്റ്റ്നെസ് ഫോർ എ ജോബ്. ഓക്കെ, അതായത് അടുത്തത് പറയുന്നത് ഒരു ജോലിയില് അദ്ദേഹത്തിന്റെ സ്യൂട്ടബിലിറ്റി എത്രമാത്രം ആ ജോലിയിൽ അദ്ദേഹം അനുയോജ്യനാണ്, എത്രമാത്രം കഴിവുകൾ ആ ജോലിയിൽ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും എന്നിവ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഏത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അനലൈസിങ് സ്യൂട്ടബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ ജോബ്, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. എത്രമാത്രം ചെയ്യാനായിട്ട് സാധിക്കും, എത്രമാത്രം അദ്ദേഹത്തിന് ആ ജോലി സ്യൂട്ട് ആവുന്നുണ്ട് എന്നീ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത് പോയിന്റ് റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ വെരിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. വെരിഫൈ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അതാണ് റെഫറൻസ് ചെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെരിഫൈയിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. എന്താണ് വെരിഫൈയിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്? അതായത് നമ്മൾക്ക് പറയാം, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യും അല്ലെ. ആ പാനലിന് മുമ്പിൽ എന്ത് ചെയ്യും, നമ്മൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറയും.
then രണ്ടാമത്തെ പ്രാവശ്യം അവര് നമ്മളെ വിളിക്കും, ഒന്നുകൂടി നമ്മളൊന്ന് വിളിക്കും, വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, സർട്ടിഫിക്കേഷൻ വെരിഫൈ ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്? കണ്ടിട്ടുണ്ടോ? യെസ്, ഓക്കെ. ദാറ്റ് ഈസ് റഫറൻസ് ചെക്ക് കേട്ടോ, വെരിഫൈയിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. The last one, final selection approval by manager and communication of the decision to the candidate. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എന്താ ചെയ്യുന്നത്, അതായത് ആ ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം ഒരു ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ കിട്ടുന്നു. ആരുടെ നിന്ന് കിട്ടുന്നത്? മാനേജറുടെ നിന്ന് കിട്ടുന്നു. അത് കാൻഡിഡേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തു, നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തീരുമാനം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യത്തേത് ഇനീഷ്യൽ സ്ക്രീനിങ് ആണ്, പ്രിലിമിനറി സ്ക്രീനിങ്. രണ്ടാമത്തേത് എന്താണ്, ഈ കളക്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസ് ഓഫ് ദ ആപ്ലിക്കൻസ് ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് ചെക്ക് ഹെൽത്ത് ആൻഡ് സ്റ്റാമിന, ഫിസിക്കൽ എക്സാമിനേഷനിൽ വരുന്നത്. നാലാമത്തേത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ വരുന്നത് അനലൈസ് സ്യൂട്ടബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ ടെസ്റ്റ്. ദെൻ അഞ്ചാമത്തേത് റഫറൻസ് ചെക്ക് ആണ്, വെരിഫൈയിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. Then last one final ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജർ അപ്രൂവൽ കൊടുക്കുന്നു. Then ക്ലയന്റിനോട്, ആപ്ലിക്കന്റിനോട് പറയുന്നു സെലക്ട് ആയെന്ന്. ഇത് അത്രയുമാണ് ഒരു ഇന്റർവ്യൂവിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാം, സൈക്കോളജിക്കൽ ടെസ്റ്റിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ, ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, എന്താണ്, അതായത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് ടെസ്റ്റുകൾ, അതായത് സൈക്കോളജി ടെസ്റ്റിനെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് തിരിക്കാം, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് ഡിവൈഡ് ചെയ്യാം, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് തിരിക്കാം, അതുപോലെ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അപ്പൊ 4 തരത്തിലുള്ള ടെസ്റ്റുകളാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ അണ്ടറിലായിട്ട് വരുന്നത്. അതിനകത്ത് ആദ്യത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. നോക്കാം എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് കേട്ടോ. Tries to test your ability to carry out tasks and react to situations at work. ചുമതലകൾ നിർവഹിക്കാനും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുമുള്ള കഴിവാണത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ജോലി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ജോലി അദ്ദേഹം നിർവഹിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന് കൊടുത്ത റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, മാത്രമല്ല അദ്ദേഹം ജോലി ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഒരു സാഹചര്യം ഉണ്ടാവില്ലേ, അതിനോട് റിയാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എന്ത് പറയാ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ? ചുമതലകൾ നിർവഹിക്കാനും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുമുള്ള കഴിവാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു ജോലി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലി അദ്ദേഹത്തിന് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം ജോലിയിൽ, ആ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് അളക്കുന്നതാണെന്ത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ആദ്യം അത് ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, അതാണ് കൂടുതൽ നല്ലത്.
രണ്ടാമത്തത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? Achievement test, it evaluates developed knowledge or skill after a period of training. രണ്ടാമത്തത് എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതായത് ഒരു ട്രെയിനിങ്ങിന് ശേഷം ഒരു സ്റ്റാഫ് ആർജിച്ചെടുത്ത നോളജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് എന്താ പറയാ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാകും. അപ്പൊ ആ കാര്യങ്ങൾ അളക്കുന്നതാണ് എന്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു സ്റ്റാഫിന് നമ്മള് പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് പ്രൊബേഷൻ പീരീഡ് കൊടുക്കും, ട്രെയിനിങ്ങുകൾ കൊടുക്കും അല്ലോ. ആ ട്രെയിനിങ് പീരീഡിൽ അദ്ദേഹം ആർജിച്ചെടുത്ത ധാരാളം നോളജ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. അത് അളക്കുന്നതിനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ ആണോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, രണ്ട് കാര്യങ്ങളും കിട്ടിയല്ലോ. ഹലോ. ആ, അതായത് ഒരു ട്രെയിനിങ്ങിന് ശേഷം സ്റ്റാഫിന്റെ സ്കിൽസ് എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെയാണോ? ട്രെയിനിങ്ങിന് ശേഷം. ട്രെയിനിങ്ങിന് ശേഷം സെക്കൻഡ് ട്ടോ, മൈക്ക് ഓൺ ആയിരുന്നു. ട്രെയിനിങ്ങിന് ശേഷം സ്റ്റാഫുകളുടെ നോളജ്, എത്രത്തോളം നോളജ് ആണ് അവർക്ക് കിട്ടിയത്, എത്രത്തോളം അതിനകത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയി എന്ന് അളക്കുന്ന, അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then personality test. It merely assess human personality. അതായത് മനുഷ്യന്റെ പേഴ്സണാലിറ്റിയെ അളക്കുന്നതാണ് കേട്ടോ. പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് റെഫർ ടു ടെക്നിക്സ് ഡിസൈൻഡ് ടു മെഷർ the characteristics patterns of traits that people show across various situations. Personality test എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സും പെരുമാറ്റവും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ആളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്താലും അല്ലെങ്കിൽ അയാളുടെ ട്രെയിനിങ് പീരീഡിലൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുക, അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അയാളുടെ സവിശേഷതകള്, അദ്ദേഹത്തിന്റെ ബിഹേവിയർ ഒക്കെ വിലയിരുത്തുക എന്നുള്ളത്. ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇനി ലാസ്റ്റ് വൺ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അത് വലിയ രീതിയിലൊന്നും അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണത്. ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇറ്റ് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് പ്രിഫറൻസ് ഓർ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. അതായത് ഒരു വ്യക്തിക്ക്, ഒരു സ്റ്റാഫിന് ചില പ്രത്യേക മേഖലകളോട് താല്പര്യം ഉണ്ടാവും. ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വരികയാണ്, അല്ലെങ്കിൽ അയാളെ ജോലിക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് ചില മേഖലകളോട് പ്രിഫറൻസ് ഉണ്ടാകും. ചിലപ്പോ അദ്ദേഹത്തിന് ICU കോർഡിനേറ്റർ ആവാനായിരിക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവുക, പക്ഷെ അദ്ദേഹത്തെ ഇട്ടിരിക്കുന്നത് വാർഡ് സെക്രട്ടറി ആയിട്ടായിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ മുൻഗണന, പ്രയോറിറ്റി എന്താണെന്ന് അറിയാം, അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമുള്ള ജോലി എന്താണെന്ന് തിരിച്ചറിയുക, അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്രത്യേക മേഖല അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ് അദ്ദേഹത്തിന് കൊടുക്കുക. അതുള്ളതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ആളിന്, ഒരു വ്യക്തിക്ക് ഒരു മേഖലയോട് താല്പര്യമുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഫീൽഡിനോട് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം അളക്കുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ICU കോർഡിനേറ്റർ ആകാനായിരിക്കും ചില ഒരു സ്റ്റാഫിന് താല്പര്യം ഉണ്ടാവുക, പക്ഷെ അദ്ദേഹത്തിന് നിയമിച്ചിരിക്കുന്നത് വാർഡ് സെക്രട്ടറി ആയിരിക്കുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റും, പറയും അദ്ദേഹം എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യം, അതിനകത്താണ് എനിക്ക് കൂടുതൽ നോളജ് ഉള്ളത്, ഞാൻ അതിനകത്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, അതിനകത്തോട്ട് നിയമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ദ use to which the tests are put, they may be categorized into 3 broad categories. അതിനകത്തൊരു എറർ ഉണ്ട് കേട്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഓൺ ദ ബേസിസ് ഓഫ് ദ യൂസ് ഓഫ് ടെസ്റ്റ്, ദ ടെസ്റ്റ് ആർ പുട്ട് ദേ, അങ്ങനെയാണ് വരിക കേട്ടോ. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില്, അതായത് ടെസ്റ്റുകളുടെ ഉപയോഗത്തിന്റെ, ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ, അതിന്റെ ഉപയോഗം, യൂസിന്റെ അടിസ്ഥാനത്തില് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെലക്ഷൻ ടെസ്റ്റ് എന്ന് തിരിച്ചിട്ടുണ്ട്,
രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്നതുകൂടി അവിടെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നാലാമത്തേത് പറയുന്നത് മൂന്നാമത്തേന്റെ റിപ്പീറ്റ് ആയിട്ടാണ് വരുന്നത്. അത് വേണ്ട, നമുക്ക് നിങ്ങളൊന്ന് വെട്ടിക്കളയാം നിങ്ങളുടെ PDF ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വേണ്ടാത്തതാണ്. നാലാമത്തെ പോയിന്റ് വേണ്ട, മൂന്നാമത്തെ റെപ്പിറ്റേഷൻ ആണ് നാലാമത്തത് വരുന്നത്. അപ്പൊ അത് വേണ്ട കേട്ടോ. 3 പോയിന്റ് വരെ അവിടെ ഉള്ളൂ, ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? സെലക്ഷൻ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. These tests are done to select apt candidates for a particular job. ഒരു പ്രത്യേക ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു പ്രത്യേക ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുക. That is first point. Then second, classification test. Under such test, special considerations are given to decide on which of the several possible assignments a person will be able to do his best. അതായത് ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ജോലി നിർണയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതായത് ചില ആളുകൾക്ക് ചില ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും, അതിനകത്ത് ചില ടാലന്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള ജോലികൾ കൊടുക്കുക. ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ഒന്നും കൂടി പറയാം. ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ജോലി നിർണയിക്കുക. ആദ്യത്തേത് എന്താണ് പറഞ്ഞത്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയവരെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത് ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ജോലി നിർണയിക്കുക. മൂന്നാമത്തത് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. It is concerned with assigning a person to different levels of work rather than distinctly different types of work. Classification test. Under such test, special consideration are given to decide on which of the several possible assignments a person will be able to do his best. അതായത് വ്യത്യസ്തമായി ജോലി കൊടുക്കുന്നതിന് പകരം ഒരു ജോലിയിൽ തന്നെ വ്യത്യസ്തത പുലർത്താനായിട്ട് ശ്രമിക്കുക. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അതായത് ഇപ്പൊ ഒരാൾക്ക് അതൊരു ഹോസ്പിറ്റൽ ആകുമ്പോൾ പല ജോലികൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ വാർഡ് സെക്രട്ടറിയുടെ ജോലി ഉണ്ടാവും, റിസപ്ഷനിസ്റ്റിന്റെ ജോലി ഉണ്ടാകും, അതുപോലെ ICUലെ കോർഡിനേറ്റർ, ഫ്ലോർ മാനേജർ, അങ്ങനെ പല പല ജോലികള് ഉണ്ടാവും. അപ്പോ ഒരു വ്യക്തിക്ക് ഈ പല ജോലികൾ കൊടുക്കുന്നതിന് പകരം ഒരു ജോലി തന്നെ കൊടുത്തിട്ട് അതിന്റെ പല ഭാഗങ്ങളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ വാർഡ് സെക്രട്ടറി അല്ലെ, ഫ്ലോർ മാനേജർ എടുക്കാം, അദ്ദേഹത്തിന് ചിലപ്പോൾ റിസപ്ഷൻ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എത്രയാണ് നോക്കേണ്ടത്, അങ്ങനെയുള്ള ചുമതല വരാം. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാം. അത് ആ ജോലിയുടെ പല വിഭാഗങ്ങളാണ്. ഇവിടെ പറയുന്നത് ഒരാൾക്ക് പല ജോലികൾ, അതായത് പല മേഖലകളിൽ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലികൾ കൊടുക്കുന്നതിന് പകരം ഒരു ജോലി തന്നെ കൊടുത്തിട്ട് അതിന് റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. That is third point, placement test of decision. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിൽ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ. അത്രേ ഉള്ളൂ കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. Then C, എന്താണ് C പറയുന്നതെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് individual or group test. Individual test is individual or group test ആണ്. രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ടെസ്റ്റ്, രണ്ട് ഗ്രൂപ്പ് ടെസ്റ്റ്. Individual test is a test in which a single individual is tested at a time and also observed his behavior carefully throughout the testing period. Group tests are normally done in a format which enables individual to record his own responses and can be simultaneously given to a member of individuals without any special need of observing their behavior. Simultaneously എന്ന് പറഞ്ഞാൽ ഒരേ സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരേ സമയം.
ഇവിടെ പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റ് രണ്ട് രീതിയിൽ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ടൈം പീരീഡില് ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റാഫിനെ അദ്ദേഹത്തിന്റെ ബിഹേവിയർ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യുന്നതിനെയാണ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പീരീഡിലോ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്തോ അദ്ദേഹത്തിന്റെ ബിഹേവിയർ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ ജോലി ചെയ്യുന്നു. ഗ്രൂപ്പായിട്ട് ആളുകൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് പല റിയാക്ഷൻസും ഉണ്ടാവും അല്ലെ, അതായത് പല രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അതിനെയാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, അത് മാത്രം അറിഞ്ഞാൽ മതി. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ടൈം പീരീഡിനുള്ളിൽ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റിൽ പക്ഷെ ഓരോരുത്തരും എന്ത് ചെയ്യില്ല, ഒബ്സർവ് ചെയ്യില്ല. പകരം അവർക്ക് ആ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് കൊടുക്കുമ്പോഴോ അവർക്ക് എന്താണ് അവരുടെ ആ ഒരു പ്രതികരണങ്ങൾ എന്താണ് വരുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ടെസ്റ്റില് പറയാം, ഗ്രൂപ്പ് ടെസ്റ്റില് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാകില്ല. പകരം ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടം വ്യക്തികള് ഒരേ സമയം ജോലി ചെയ്യുമ്പോൾ അവർക്ക് തമ്മിൽ പല റെസ്പോൺസസും ഉണ്ടാകും. അപ്പൊ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പല റെസ്പോൺസസും ഉണ്ടാവും. അതാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ റെസ്പോൺസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗ്രൂപ്പ് ടെസ്റ്റില്. അത്രേ ഉള്ളൂ. ഓക്കെ, സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയമാണ് കേട്ടോ. ഇനി അടുത്തത് ഇന്റർവ്യൂസ്. Interview is a formal meeting where one or more persons question or assess another person. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. എല്ലാവരും ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടില്ലേ ഇന്റർവ്യൂവിന്? എല്ലാവരും പോയിട്ടില്ലേ? ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഔപചാരികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നേ? Where one or more persons questions or assess another person. ഒന്നോ അതിലധികമോ വ്യക്തികൾ മറ്റൊരാളെ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നതാണ് ഇന്റർവ്യൂസ്. കേട്ടോ, ഒന്നിലേക്ക് ഒരാളായിരിക്കും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിരിക്കും. ഇവരെന്ത് ചെയ്യും? മറ്റൊരാളെ എന്ത് ചെയ്യും? മറ്റൊരാളെ ചോദ്യം ചെയ്യുകയോ അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അയാളെ ഇവാലുവേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. The most widely used selection tool is probably in interview. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ പ്രോസസ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിൽ യൂസ് ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അധികം ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂസ് വഴിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ പ്രോസസ് ആണ്. ഇതിലൂടെ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്റഗ്രേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ് ആണെന്ത് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവ്യൂസിലൂടെ എന്താണ് ചെയ്യുന്നത്? ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യുന്നു, ദെൻ അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്റഗ്രേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണെന്ത് ഇന്റർവ്യൂ. അടുത്തത്, ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക് which enables the employer to view the detail.
എംപ്ലോയർ എന്നല്ല, എംപ്ലോയി എന്നാണ് കേട്ടോ അവിടെ വരണ്ടേ. എംപ്ലോയി, തൊഴിലാളി അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ സ്റ്റാഫിനെ നമ്മൾക്ക് ഫൈൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക് ആണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരാള് കാരുണ്യ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോയെന്ന് വിചാരിക്കുക. മോളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും മോളെ മൊത്തത്തിൽ എന്ത് ചെയ്യാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ. ദാറ്റ് ദ പ്രോസസ് ഓഫ് ഇന്റർവ്യൂ. അതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഒരാളെ എന്ത് ചെയ്യുന്നു, മൊത്തത്തില് ഇവാലുവേറ്റ് ചെയ്യുന്നു. Then individual and directly appraise him and his behavior and interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. ഇത് പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ. വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഒരാളുടെ പെരുമാറ്റത്തെ ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ അയാളെ മൊത്തത്തിൽ അയാളെ വിലയിരുത്തുന്ന രീതിയാണ് ഇന്റർവ്യൂ. Then an interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. ജോലിയിൽ അവർക്കുള്ള സ്യൂട്ടബിലിറ്റിയെ കുറിച്ച് പരമാവധി വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. അതായത് ജോലി ചെയ്യാൻ എത്രമാത്രം ആ വ്യക്തി അനുയോജ്യനാണ്, ആ ജോലി അദ്ദേഹത്തിന് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആപ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം, അതിനെ കുറിച്ചുള്ള വിവരങ്ങള് ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. ഒന്നോ അതിലധികമോ വ്യക്തികൾ ഉണ്ടാകും. അവര് ഒരു കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ പ്രോസസ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തമായിട്ട് വിലയിരുത്തപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ഒരു വിവരണത്തിന് ഇന്റർവ്യൂ സഹായിക്കുന്നുണ്ട്. ദെൻ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ജോലിയിൽ അവർക്കുള്ള സ്യൂട്ടബിലിറ്റിയെ കുറിച്ച് പരമാവധി വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂസിലൂടെയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. എന്താണെന്ന് നോക്കാം. സച്ച് ഇന്റർവ്യൂസ് ആർ ഓൾസോ കോൾഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂസ് ബിക്കോസ് ദേ ആർ pre-planned to a high degree of accuracy and precision. അതായത് ഈ ഇന്റർവ്യൂവിനെ നമുക്ക് വേറൊരു പേരിൽ വിളിക്കാം. ആ പേരെന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ. കുറച്ചുകൂടി നിലവാരം കൂടിയിട്ടുള്ള ഇന്റർവ്യൂ ആണെന്ത്? പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം ഇത്തരം ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ കൃത്യതയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഇന്റർവ്യൂവിന് ഉണ്ടാകും. നമ്മൾ ഈ ഇന്റർവ്യൂ അറിയുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക്, റേഡിയോ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്, അങ്ങനെയുള്ള അങ്ങനെയുള്ള മീഡിയയിലൂടെ ആയിരിക്കാം നമ്മൾ ഈ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് അറിയുന്നത്. ഈ ഇന്റർവ്യൂവിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ഥാപനം എവിടെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ എന്താ പറയാ, ആ സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണെന്ത്? പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. നമ്മൾ പലതരത്തിലുള്ള ഇന്റർവ്യൂവിനെ കുറിച്ച് ഇനി പഠിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ഇതിന്റെ പ്രത്യേകത പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഇത് നടത്തുന്നത്. ക്ലിയർ ആണോ? അടുത്ത ഇന്റർവ്യൂ പറഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ ആൻഡ് ഇസ് relatively not planned as a format. In such an interview, the applicant is asked some very general question and he may reply to this in any way he likes for a considerable length of time. പിന്നെന്താ പറയുന്നേ? അതായത് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇതിനൊരു സ്ട്രക്ചർ ഇല്ല. അതാണ് ഇതിന്റെ ആദ്യത്തെ പോയിന്റ്. നോൺ സ്ട്രക്ചർ ആണ്.
ഓക്കെ. അതുപോലെ തന്നെ നോൺ പ്ലാൻഡ് അല്ല, പ്ലാൻഡ് അല്ലാത്ത, നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോലെ പ്ലാൻഡ് അല്ലാത്തൊരു ഇന്റർവ്യൂ ആണിത്. ഈ ഒരു ഫോർമാറ്റിൽ എങ്ങനെയാണ് ആപ്ലിക്കന്റിനോട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആപ്ലിക്കന്റിനോട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? സമയമെടുത്ത് അതിനുള്ള ഉത്തരങ്ങൾ പറയുന്നു. ഇത്തരം ഇന്റർവ്യൂസിനെയാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ഇന്റർവ്യൂവർ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ടു എൻകറേജ് ദ കാൻഡിഡേറ്റ്. ഈ ഒരു ഇന്റർവ്യൂവില് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും? കാൻഡിഡേറ്റിനെ എൻകറേജ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. നല്ല ഫ്രീ ആയിട്ടാണ് എന്ത് ഇന്റർവ്യൂവറും ആപ്ലിക്കന്റും ആയിട്ട് എന്ത് ചെയ്യാം? സംസാരിക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ചെറിയ ചെറിയ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ്? നിങ്ങളെ കുറിച്ച് പറയാനാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളെ കുറിച്ചൊരു വിവരണം കൊടുക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു ഇന്റർവ്യൂവിന് എന്ത് ചെയ്യുക? ഇന്റർവ്യൂവർ ചോദിക്കുക. ഓക്കെ. പിന്നെ എന്താണ്, ഇത്ര ടൈം പീരീഡിനുള്ളിൽ തീർക്കണം എന്നില്ല. നമ്മൾ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ആൻസർ പറയണം, അല്ലെ? എന്നാലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ടൈപ്പ് ഇന്റർവ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള സമയം എടുക്കാം. ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുക? സംസാരിക്കുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഇന്റർവ്യൂ ഓക്കെ ആണോ? മൂന്നാമത്തേത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. Depth or action interview. It is semi-structured in nature and uses. അതായത് സെമി സ്ട്രക്ചേർഡ് ആണ്. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ അല്ല. അതായത് ഒരു എന്താ പറയാ, സ്ട്രക്ചർ പകുതി സ്ട്രക്ചർ ഉണ്ട്, എന്നാൽ പകുതി ഇല്ല. ആ ഒരു ഉദ്ദേശത്തിലാണ് വരുന്നത്. The typical subject discussed at such interviews consist of the candidate's home life, education, previous experience, aptitude, entertaining, interest and hobbies. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഇതിനകത്ത് ടിപ്പിക്കൽ സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുക. ടിപ്പിക്കൽ ആയിട്ടുള്ള സബ്ജക്ട് എന്ത് ചെയ്യുള്ളൂ? ഡിസ്കസ് ചെയ്യുള്ളൂ. എന്തൊക്കെയാണ്? അതായത് ചിലപ്പോൾ കാൻഡിഡേറ്റ്സിനോട് അവരുടെ വീടിനെ കുറിച്ച് പറയാനായിട്ട് പറയാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, മക്കള് എന്നായിരിക്കും ചിലപ്പോൾ ഉത്തരം പറയാം. അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ, എവിടെയാണ് അവർ പഠിച്ചത്, എവിടെയായിരുന്നു കോളേജ്, സ്കൂൾ എവിടെയായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാനായിട്ട് പറയും. അവരുടെ എക്സ്പീരിയൻസ്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്തിട്ടുണ്ട്, എത്ര വർഷം ജോലി ചെയ്തു, എന്തായിരുന്നു അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, എന്താണ് അവിടെ നിന്ന് പോരാനുള്ള കാരണം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. then അവരുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്, അവർക്ക് ചിലപ്പോൾ ചില ഹോബികൾ ഉണ്ടാവാം, ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം? ഈ ഇന്റർവ്യൂവർ ആപ്ലിക്കന്റിനോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് ഇതിനകത്ത് വരിക? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂല് ഹോം ലൈഫ്, കാൻഡിഡേറ്റ്സ് ഹോം ലൈഫ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട്. പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈനിങ്, ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്. ഓക്കെ. then അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ, മർവ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്റർവ്യൂ എന്നാണ് കറക്റ്റ് ആയിട്ട് വരിക. ഗ്രൂപ്പ്സ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ് ആർ ഇന്റർവ്യൂഡ്. അതായത് നമ്മള് ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ഇന്റർവ്യൂവിനായിട്ട് കയറി ചെല്ലാണ്. ഒരു ഹാളിലാണ് ഇന്റർവ്യൂ, ഒരു വലിയൊരു ഹാളില്, സെമിനാർ ഹാളിലാണ് ഇന്റർവ്യൂ നടക്കുന്നതെന്ന് വിചാരിക്കാം. അവിടെ ഒന്നോ അതിലധികമോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതായത് 3-4 പേര് ചേർന്നുള്ള ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാകും. ചിലപ്പോ ഒരു 6 ഗ്രൂപ്പ് ഒക്കെ ആയിട്ടായിരിക്കും അവര് വരുന്നേ. ഈ ഗ്രൂപ്പുകളായിട്ട് വന്നിട്ട് ഒരേ സമയം തന്നെ വളരെയധികം, അതായത് കൂടുതലായിട്ടുള്ള ആപ്ലിക്കന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണത് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1-2 ആളുകളല്ല, പലരും ഗ്രൂപ്പുകളായിട്ട് ഒരു സ്ഥലത്തിരിക്കുന്നു. ഒരു സമയം തന്നെ കുറെ ആളുകളെ സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ. ഇമാജിനേഷൻ വന്നോ? നിങ്ങക്ക് മനസ്സിലായോ? പോയിട്ടുണ്ട്? ഇങ്ങനത്തെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല അല്ലെ? നമുക്ക് വേണമെങ്കിൽ ജോബ് ഫെയർ നോക്കാം. ജോബ് ഫെയർ അങ്ങനെയല്ലേ? ജോബ് ഫെയർ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ജോബിന്റെ മേളയ്ക്ക് പോയിട്ടുണ്ടോ? പല പല കമ്പനികളിൽ നിന്ന് ആള് വരും. ആളുകൾ എന്ത് ചെയ്യും? കൂട്ടമായിട്ടിരിക്കും, പല ഗ്രൂപ്പുകളായിട്ടിരിക്കും.
പല റൂമുകൾ ഉണ്ടാവും, സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അവിടെ നിന്ന് ഒരേ സമയം തന്നെ പല ആളുകളെ അവിടെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് ഫെയർ അതിന് ഉദാഹരണം, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂവിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. എന്താണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എ കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് വലിയ വലിയ ഓർഗനൈസേഷനിലൊക്കെ കാണുന്ന ഇന്റർവ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് ഉണ്ടാവുക. ഒരു പാനൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും ഇന്റർവ്യൂവിന്. അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടാകും, ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടാകും, കൂടാതെ മറ്റ് അതർ സ്റ്റാഫുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പാനലായിട്ടിരിക്കും. കുറെ പേര് ഇരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. അതാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. കുറെ അധികം ആളുകൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ കുറെ അധികം ആളുകൾ ചെയ്യുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്നതിനെയാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് പല ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം, പല ടൈപ്പിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരു സിനിമയുണ്ട്, ഒരു എന്താ പറയാ, ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു സിനിമയില് ഒരു മമ്മൂട്ടിയായിട്ട് ക്യാരക്ടർ മമ്മൂട്ടിയാണ്. അപ്പോ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിന് വരുന്നുണ്ട്, അദ്ദേഹത്തിനെ ഒരു പാനൽ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ പല ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ആ പല ടൈപ്പ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോ അതിനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ IAS കിട്ടിയിട്ടുള്ളവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? IAS ആസ്പിറൻസിന്റെ ഇന്റർവ്യൂ അത് പാനലായിട്ടാണ് നടത്തുക. കാരണം പല മേഖലകളിൽ നിന്ന് ആളുകൾ അവിടെ വന്നിരിക്കും, പല ചോദ്യങ്ങൾ അവരുടേതായിട്ടുള്ള, അവർക്ക് എത്രയാണോ അറിവുള്ളത് ആ മേഖലയിൽ നിന്ന് ചോദ്യം ചോദിക്കും, അതിന് നമ്മൾ മറുപടി പറയണം. അവർ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അതിന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് അത്. ഓക്കെ, ഇന്റർവ്യൂ. നെക്സ്റ്റ് സ്ട്രെസ് ഇന്റർവ്യൂ. അവിടെ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ മതി കേട്ടോ, ഒരെണ്ണം മതി. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ ദ സ്ട്രെസ് ഇന്റർവ്യൂ എന്നൊന്നും വേണ്ട. സ്ട്രെസ് ഇന്റർവ്യൂ എന്താണ്? The interviewer undertakes an unfriendly role toward the applicant. He deliberately puts him on the defensive by trying to annoy, embarrass, or frustrate him. This is done in order to find out how a candidate behaves in a stress situation, whether the loses his temper, gets confused or frightened. Okay, അപ്പൊ അതിന്റെ മീനിങ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. അനോയ് എന്ന് പറഞ്ഞ ശല്യം, അനോയ് എന്ന് പറഞ്ഞ ശല്യം എന്നാണ് കേട്ടോ. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാല് പ്രതിരോധിക്കുക, പ്രതിരോധിക്കുക. അനോയ് ശല്യം. എംബ്രാസ് എന്ന് പറഞ്ഞാല് ലജ്ജിപ്പിക്കുക അല്ലെങ്കിൽ നാണിപ്പിക്കുക, അതാണ് അർത്ഥം വരിക. ഫ്രസ്ട്രേറ്റ് നിരാശപ്പെടുത്തുക, ഫ്രസ്ട്രേറ്റ് നിരാശപ്പെടുത്തുക. ടെമ്പർ എന്ന് പറഞ്ഞ ദേഷ്യം അല്ലെങ്കിൽ കോപം. ടെമ്പർ ദേഷ്യം അല്ലെങ്കിൽ കോപം. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാല് ആശയക്കുഴപ്പത്തിലാക്കുക, കൺഫ്യൂസ്ഡ് ആശയക്കുഴപ്പത്തിലാക്കുക. ഫ്രൈറ്റൻഡ്, ഫ്രൈറ്റൻഡ് ഭയപ്പെടുത്തുക, ഭയപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന്. ഇവിടെ പറയുന്നുണ്ട്, ദ ഇന്റർവ്യൂവർ അണ്ടർടേക്സ് ആൻ അൺഫ്രണ്ട്ലി റോൾ ടുവാർഡ് ദ ആപ്ലിക്കന്റ്. ഇത്രയും ഇന്റർവ്യൂസിൽ കണ്ടതിൽ നമ്മൾ ഈ ഒരു വേർഡ് കണ്ടിട്ടില്ല അല്ലെ? എല്ലാ ഇന്റർവ്യൂസിലും ആളുകൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പെരുമാറുക. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂല്, സ്ട്രെസ് ഇന്റർവ്യൂല്, ഇന്റർവ്യൂവർ ആപ്ലിക്കന്റിനോട് അൺഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പെരുമാറുക. ഒട്ടും തന്നെ ഫ്രണ്ട്ലി അല്ലാതെ ആയിരിക്കും എന്ത് ചെയ്യുക, പെരുമാറുക. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, പ്രതിരോധിക്കുക. ദാറ്റ് ഈസ് ഡിഫെൻസീവ്. അൺഫ്രണ്ട്ലി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക,
പെരുമാറുക ആപ്ലിക്കന്റിനോട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ എങ്ങനെയാണ് ഇന്റർവ്യൂസ് നടത്തുന്നത് നോക്കാം നമുക്ക്. എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ നടത്തുന്നത്? അതായത് ആപ്ലിക്കന്റിനോട് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അതുപോലെ ആപ്ലിക്കന്റിനെ നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇത്തരത്തിലാണ് ഈ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കന്റിനോട് ചോദിക്കുമ്പോൾ ആപ്ലിക്കന്റിന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ടെമ്പർ അഥവാ ദേഷ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ആപ്ലിക്കന്റ് ഭയപ്പെടും, ചില സാഹചര്യങ്ങളിൽ ആപ്ലിക്കന്റ് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇങ്ങനെയുള്ള ഇന്റർവ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അതായത് ഈ ഒരു ആപ്ലിക്കന്റിനെ തെരഞ്ഞെടുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ചില സ്ട്രെസ് സിറ്റുവേഷൻസ് ഉണ്ടാകാം. ആ സ്ട്രെസ് സിറ്റുവേഷനെ എങ്ങനെയാണോ ഈ ആപ്ലിക്കന്റ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്റർവ്യൂവർ ഉന്നയിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയും? ഫയർ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ എന്താ പറയാ, പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കും. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഭയം ഉണ്ടാവും? ഭയങ്കരമായിട്ട് എല്ലായിടത്തും തീ ആളിപ്പടരുവാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക. ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ജോലി ചെയ്യാൻ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാഫാണ്. ആ സ്റ്റാഫിന് എത്രയധികം ഭയം ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ എങ്ങനെയാണ് ആ ഭയത്തോട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹം ഓവർകം ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവർ എന്താണ്, മനഃപൂർവമായിട്ട് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിലോ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന രീതിയിലോ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന രീതിയിലോ ഒക്കെ എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന മറുപടികളായിരിക്കണം അദ്ദേഹത്തിന് വേണ്ടത്. മറിച്ച് ആ സമയത്ത് അവിടെ പതറിപ്പോവുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു പൊസിഷന് സെലക്ട് ആവില്ല. ദാറ്റ് ഈസ് സ്ട്രെസ് ഇന്റർവ്യൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മളിപ്പോ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസിൽ എത്ര തരത്തിൽ? 6 തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് പറഞ്ഞത് കേട്ടോ. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണെന്ന് ചോദിക്കാം. അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണെന്ന് ചോദിക്കാം. അതുപോലെ ഇന്റർവ്യൂ എന്താണെന്ന് ചോദിക്കാം. ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ്. ഓക്കെ, ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ് വേർ വൺ ഓർ മോർ പേഴ്സൺ ക്വസ്റ്റ്യൻ ഓർ അസസ് അനദർ പേഴ്സൺ. ദെൻ എന്താണ് അടുത്തത്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗില് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ സെലക്ഷൻ പ്രോസസ്സ്, എത്ര രീതിയിലാണ് സെലക്ഷൻ പ്രോസസ്സ് ഉള്ളത്? ഇനീഷ്യൽ സ്ക്രീനിങ്, അതുപോലെ രണ്ടാമത്തത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നന്നായിട്ട് വായിച്ചു പോകാം. നമുക്ക് ഈ ഒരു പ്രൊമോഷനും കൂടി ഒന്ന് പറയാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പ്രൊമോഷനും കൂടി ഒന്ന് പറയാം. പ്രൊമോഷൻ നോക്കാം. എ പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് വിച്ച് പേസ് മോർ മണി ഓർ വൺ ദാറ്റ് ക്യാരീസ് സം പ്രിഫേർഡ് സ്റ്റാറ്റസ്. The normal policy is to take merit into consideration. Sometimes length of service, education, training courses and completed previous work history, etc. are factors which are given weight while deciding on a promotion. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് പ്രൊമോഷൻ എന്ന് കമന്റ് ചെയ്തേ. എന്താണ് പ്രൊമോഷൻ? കമന്റ് ചെയ്ത്. പ്രൊമോഷൻ എന്താണ്?
ഉയർന്ന പോസ്റ്റ്. സ്ഥാനക്കയറ്റം. കൂടുതൽ മണി കിട്ടുമോ? അപ്പോ സാലറി കിട്ടും, കൂടുതൽ സാലറി കിട്ടും. സ്റ്റാറ്റസ് കൂടുതൽ കിട്ടോ? സ്റ്റാറ്റസ് ഇപ്പോഴുള്ള ജോലിനേക്കാളും സ്റ്റാറ്റസ് കൂടുമോ? കൂടും. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്റ്റാറ്റസ് പ്രമോഷൻ തീരുമാനിക്കുന്നത്? എന്തിന്റെയൊക്കെ നോക്കിയിട്ടാണ് പ്രമോഷൻ തീരുമാനിക്കുക ഒരാൾക്ക്? സ്കിൽസ്, പിന്നെ എക്സ്പീരിയൻസ്, പെർഫോമൻസ്. ഓക്കെ ഓക്കെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ശരിയാണ്. അപ്പൊ ഞാൻ പറയാം, അതായത് ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, ബിഹേവിയർ ഒക്കെ നോക്കിയിട്ടാണ് പ്രമോഷൻ കൊടുക്കുക അല്ലെ? അതായത് ഒരു ജോലിക്കാരനെ കൂടുതൽ പണം നൽകുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കിട്ടുന്ന പദവിയിലേക്കോ മാറ്റുന്നതാണെന്ത്? പ്രമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജോലിക്കാരനെ, ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനെ കൂടുതൽ പണം നൽകുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കിട്ടുന്ന പദവിയിലേക്കോ മാറ്റുന്നതിനെയാണ് പ്രമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രമോഷനിൽ ചില ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. ആ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് പ്രമോഷൻ തീരുമാനിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്റ്റാഫിന്റെ നോക്കുന്നത്? ഒരു സ്റ്റാഫിന് പ്രമോഷൻ കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കണം. ഒന്ന്, ലെങ്ത് ഓഫ് സർവീസ്. അദ്ദേഹത്തിന് എത്ര നാള് ആ ഒരു ജോലിയിൽ സേവനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എത്ര നാൾ അദ്ദേഹത്തിന് സേവനം ഉണ്ടായിട്ടുണ്ട്. എക്സ്പീരിയൻസിലുള്ള, വളരെ കാലം എക്സ്പീരിയൻസിലുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പ്രമോഷൻ കിട്ടാം. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത നോക്കാറുണ്ട്. വിദ്യാഭ്യാസം കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ദെൻ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്. ചില സ്റ്റാഫുകളെ ട്രെയിനിങ് കോഴ്സുകൾക്കായിട്ട് ഇടാറുണ്ട്. ട്രെയിനിങ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. പത്തനത്തിലെ ട്രെയിനിങ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരാണോ എന്ന് നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പ്രീവിയസ് ആയിട്ടുള്ള വർക്ക് ഹിസ്റ്ററി, ഇത്രയും നാളിനിടയ്ക്ക് ഒരു ബ്ലാക്ക് മാർക്ക് വീഴാതെയാണ് അദ്ദേഹം ജോലി എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഫാക്ടർ കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഒരു സ്റ്റാഫിന് പ്രൊമോഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് പ്രൊമോഷനിൽ പറയാനുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഒന്നുകൂടി ഞാനിത് പറയുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് അഡീഷണൽ നോട്ട് ഒന്നും അല്ല തരുന്നത്. ഈ ഒരു PDF പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് തരുന്നത് കേട്ടോ. അതിന്റെ ഷോർട്ട് ഇതായിട്ടുള്ള ഫോമുകളാണ് തരുന്നത്, അല്ലാണ്ട് വലിയ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള നോട്ട്സ് ഒന്നും തരുന്നില്ല കേട്ടോ. അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സ്ട്രാ നോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ തരുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ വേണ്ടാന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടോ? വേണം. ഷോർട്ട് ആയിട്ടാണ് തരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ വായിച്ചിട്ട് ഇതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ പറയാം. അതാവുമ്പോ നിങ്ങൾക്ക് സമയം പോയി എന്താ പറയാ, അധികം സമയം ലാഭിക്കാം നമുക്ക്. ഓക്കെ, അപ്പോ അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് വായിക്കാം. ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് തരുന്നത്. അഡീഷണൽ ആയിട്ടോ എക്സ്ട്രാ ആയിട്ടോ ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കണം വിചാരിക്കാം. ഓക്കെ, ദെൻ ഇപ്പൊ ഞാനൊരു സെന്റൻസ് പറഞ്ഞു. ഏതായിരുന്നു പറഞ്ഞേ? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. അതിന് നമ്മൾ ചുരുക്കി പറയാവുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് എന്നാ പറയാ. അതൊക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത്രയും 3 വേർഡുകൾ നമ്മൾ പഠിക്കുന്നതിന് പകരം ഒരൊറ്റ വേർഡായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് ചുരുക്കി പറഞ്ഞാൽ മതി ഇല്ലേ? നിങ്ങൾക്ക് എക്സാമിനൊക്കെ അത് ഉപകരിക്കില്ലേ? അങ്ങനത്തെ രീതിയിലാണ് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.